എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും വഹിക്കുന്നതാരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു, ഒരു ഗവൺമെന്റ് ഇതര സംഘടന, 1961 മുതൽ പ്രവർത്തിക്കുന്നു. ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി. ഓപ്ഷൻ ബി നാഷണൽ പീപ്പിൾസ് പാർട്ടി. നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. സംസ്ഥാനങ്ങൾക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ OBC പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? സംസ്ഥാനങ്ങൾക്ക് OBC പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ഡി 105. ഭരണഘടനാ ഭേദഗതി 105 ആണ്. സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ OBC പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ ആണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 3. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് 3ാമത്തെ ആർട്ടിക്കിളാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഓപ്ഷൻ ഡി 1951-52. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 വർഷങ്ങളായിട്ടാണ്. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിലെ സമയം എത്ര? ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിലെ സമയം എത്ര? ഓപ്ഷൻ എ ഉച്ചയ്ക്ക് 12:30. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക്
കിഴിനിച്ചൽ സമയം എത്രയായിരിക്കും? ഉച്ചയ്ക്ക് 12:30. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലമേത്? ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏത്? ഓപ്ഷൻ സി, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ ബി, സോജില. സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏതാണ്? ഓപ്ഷൻ സി, കടുക്. കടുകാണ് തന്നിരിക്കുന്നവയിൽ റാബി വിള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘനീഭവിക്കലിനെ, കണ്ടൻസേഷനെ നേരിട്ട് സഹായിക്കാത്ത ഘടകമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൻസേഷനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത്? ഓപ്ഷൻ ഡി, പകലിൻ്റെ ദൈർഘ്യം. പകലിൻ്റെ ദൈർഘ്യമാണ് തന്നിരിക്കുന്നവയിൽ ഘനീഭവിക്കലിനെ, കണ്ടൻസേഷനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം. ലോക തണ്ണീർത്തട ദിനം എന്ന്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ഓപ്ഷൻ ബി, ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. തന്നിരിക്കുന്നവയിൽ ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓപ്ഷൻ സി, IRNSS. IRNSS ആണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. തന്നിരിക്കുന്നവയിൽ കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. ഓപ്ഷൻ എ, ഗുജറാത്ത്. ഗുജറാത്താണ് തന്നിരിക്കുന്നവയിൽ കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. ഓപ്ഷൻ ബി, മുംബൈ. മുംബൈയാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇസ്ലാം ധർമ്മപരിപാലന സംഘം രൂപീകരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഉപ്പു സത്യാഗ്രഹം ശരിയായത് കണ്ടെത്തുക. കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3.
കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി, ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഓറഞ്ച് വിപ്ലവം. ഓറഞ്ച് വിപ്ലവമാണ് തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ, ഡോക്ടർ വിക്രം എ സാരാഭായി. ഡോക്ടർ വിക്രം എ സാരാഭായിയെയാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത്. വാണിജ്യ ബാങ്കുകൾ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. വാണിജ്യ ബാങ്കുകളെക്കുറിച്ച് ശരിയായത് കണ്ടെത്തുക. ഒന്ന്, 2, 3 പ്രസ്താവനകളാണ് ശരിയായത്. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാകുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ഓപ്ഷൻ എ, ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തതേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ, 42. ഭരണഘടനാ ഭേദഗതി 42 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റാണ് ഓപ്ഷൻ സി, കൂളോം. കൂളോമാണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകമാണ് ഓപ്ഷൻ ബി,
വോസ്റ്റോക്ക് 1. വോസ്റ്റോക്ക് 1 ആണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം കടൽ വെള്ളത്തിൽ തരംഗങ്ങൾ ഉള്ളതുകൊണ്ട് കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. പ്ലവക്ഷമ ബലം കടൽ വെള്ളത്തിൽ കുറവായതുകൊണ്ട് കടലിൽ കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട് കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം ഓപ്ഷൻ ബി, കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലായതുകൊണ്ടാണ് കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാകുന്നത്. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, വേഗത, തരംഗദൈർഘ്യം. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ വേഗതയ്ക്കും തരംഗദൈർഘ്യത്തിനുമാണ് മാറ്റം സംഭവിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേധ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേധ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഓപ്ഷൻ ഡി, പ്രളയ്. പ്രളയ് മിസൈലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേധ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കോശവിജ്ഞാനീയ ചരിത്രം ശരിയായ ജോഡി ഏത്? തിയോഡർ ഷാൻ, കോശത്തിൻ്റെ ന്യൂക്ലിയസ്. റുഡോൾഫ് വിർഷോ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതം. റോബർട്ട് ബ്രൗൺ, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ. MJ ഷ്ലീഡൻ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. കോശവിജ്ഞാനീയ ചരിത്രത്തെക്കുറിച്ച് ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി. MJ ഷ്ലീഡൻ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിൻ്റെ കേന്ദ്രം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? ഓപ്ഷൻ എ, ഇടനാട്. ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം. 1912 ജനഗണമന ഏത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? 1912 ജനഗണമന ഏത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്?
ഓപ്ഷൻ ബി ഭാരത് വിധാത. ഭാരത് വിധാത എന്ന ശീർഷകത്തിലായിരുന്നു 1912 ജനഗണമന തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ എ ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണിനമാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണിനം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി ഗവർണർക്ക്. ഗവർണർക്കാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ രാജി സമർപ്പിക്കേണ്ടത്. താഴെ കൊടുത്തതിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഇവയെല്ലാം. കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം തന്നിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഓപ്ഷൻ ഡി അവശിഷ്ട അധികാരങ്ങൾ. അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓപ്ഷൻ സി വയോമിത്രം. വയോമിത്രം പദ്ധതിയാണ് 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി. ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പറയുന്ന വകുപ്പുകൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പറയുന്ന വകുപ്പുകൾ. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? ഓപ്ഷൻ സി മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. ഓപ്ഷൻ ബി
മിതവാദി. മിതവാദിയാണ് 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ സി 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. കർഷക ദിനമായി ആഘോഷിക്കുന്നത്. കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഓപ്ഷൻ എ ചിങ്ങം 1. ചിങ്ങം 1 കർഷക ദിനമായി ആഘോഷിക്കുന്നത്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് ഓപ്ഷൻ എ ത്രോംബോസിസ്. ത്രോംബോസിസ് ആണ് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ. ആന്റിബോഡികളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? ആന്റിബോഡികളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആന്റിജനുകൾ. ആന്റിജനുകളാണ് ആന്റിബോഡികളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.